ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ഭഗവത്ഗീതയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുന വിഷാദ യോഗമെന്ന 1-ാം അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. യുദ്ധക്കളത്തിൽ 2 സൈന്യങ്ങളിലായി അണിനിരന്നിരിക്കുന്ന പിതൃക്കളെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും സഹോദരന്മാരെയും മറ്റു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ട് വികാരാധീനനായി തളർന്ന അർജുനൻ്റെ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യോദ്ധാവായ അർജുനൻ സംസാരിയായ അർജുനനായി മാറുന്നു. ഇതിനെ സഞ്ജയൻ വിഷാദിച്ചുകൊണ്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിതമബ്രവീത്. ഇവിടെ കൃപയാ എന്ന വാക്കിന് ആസക്തി എന്ന അർത്ഥമാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആസക്തി എന്നാൽ അറ്റാച്ച്മെൻറ്റ്, അമിതമായ സ്നേഹം, സ്വജനങ്ങളോടുള്ള സ്നേഹം. ആ ആസക്തിയാൽ അർജുനൻ കീഴടക്കപ്പെട്ടു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു നിർത്തി. തുടർന്ന് അർജുനൻ കൃഷ്ണനോട് തൻ്റെ ആ സ്ഥിതി വിവരിക്കുന്നതാണ് അടുത്ത വരി മുതൽ. അർജുനനിലെ ആ പരിതാപകരമായ മാറ്റത്തിൻ്റെ ചിത്രം വരച്ചു കാണിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ അവസാനം വരെയും 46ാമത്തെ ശ്ലോകം വരെയും നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ ആസക്തിയാൽ കീഴടക്കപ്പെട്ട അർജുനൻ തൻ്റെ അവസ്ഥ ഭഗവാൻ കൃഷ്ണനോട് വിവരിക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. കുന്തിപുത്രനായ അർജുനൻ ആ സേനാമുഖങ്ങളിൽ എല്ലാം തൻ്റെ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും കണ്ടിട്ട് അത്യധികമായ കാരുണ്യത്താൽ ആവേശിക്കപ്പെട്ടവനായി വിഷാദം പൂണ്ട് ഭഗവാൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. തുടർന്ന് അർജുനൻ പറയുന്ന 3 ശ്ലോകങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം 29. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. ശ്ലോകം 30. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ശ്ലോകം 31. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, ഇവിടെ ഞാൻ ശത്രുക്കളെ കാണുന്നതേയില്ല. യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന സ്വജനങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ കണ്ടിട്ട് എൻ്റെ ശരീരാവയവങ്ങൾ തളരുന്നു, വായ വരളുന്നു, ശരീരമാകെ വിറയ്ക്കുന്നു, രോമഹർഷവും ഉണ്ടാകുന്നു. എനിക്ക് അങ്ങേയറ്റം ഗർവമുണ്ടായിരുന്ന ഗാണ്ഡീവം പോലും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണു പോകുന്നു. എൻ്റെ ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്നു, തല ചുറ്റുന്നതുപോലെ തോന്നുന്നു. തേരിൽ ഉറച്ചിരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. അല്ലയോ കേശവ,
വിപരീതങ്ങളായ നിമിത്തങ്ങളെ ഞാൻ കാണുന്നു. യുദ്ധത്തിൽ സ്വജനങ്ങളെ വധിച്ച് ശ്രേയസ്സുണ്ടാകും എന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല. അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന അർജുനൻ സ്നേഹബന്ധങ്ങളുടെയും മോഹത്തിൻ്റെയും വലയിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായ അമിതമായ വിഷാദത്തെയാണ് ഈ ശ്ലോകം ചിത്രീകരിക്കുന്നത്. തൻ്റെ കടമയേക്കാൾ വലുത് വികാരങ്ങളാണെന്ന് അർജുനൻ തെറ്റായി കരുതുന്ന നിമിഷമാണിത്. പെട്ടെന്ന് അർജുനനിലുണ്ടായ ഈ മാറ്റം അല്ലെങ്കിൽ മാനസികമായ തകർച്ച അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൂടി എപ്രകാരമാണ് ബാധിക്കുന്നതെന്ന് വളരെ വിശദമായി കാണിച്ചു തരുന്നു ഈ ശ്ലോകങ്ങളിൽ. അർജുനൻ പറയുന്നു, സീതന്തി മമ ഗാത്രാണി, എൻ്റെ ഗാത്രങ്ങൾ തളരുന്നു, അവയവങ്ങൾ തളരുന്നു, കൈകാലുകൾക്ക് ബലമില്ലാതെയാകുന്നു. മുഖം ച പരിശുഷ്യതി, ഭയം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും മുഖം ഉണങ്ങുന്നു, വായ വറ്റി വരളുന്നു. വേപതുശ്ച ശരീരേമി, ശരീരമാകെ വിറയ്ക്കുന്നു, നിയന്ത്രിക്കാനാകാത്തവണ്ണം ശരീരം വിറകൊള്ളുന്നു. രോമഹർഷശ്ച ജായതി, രോമഹർഷവും ഉണ്ടാകുന്നു, ഭീതിയാൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഗാന്ധീവം സ്രംസതേ ഹസ്താത്, ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയായ അർജുനൻ്റെ അഭിമാനമാണ് ഗാന്ധീവം. എന്നാൽ ആ വില്ലു പോലും കയ്യിൽ മുറുക്കിപ്പിടിക്കാൻ കഴിയാത്ത വിധം അർജുനൻ്റെ കൈകൾ വിറയ്ക്കുന്നു. മാനസികമായ തളർച്ച എങ്ങനെയാണ് ഒരാളുടെ ശാരീരിക ബലത്തെ ഇല്ലാതാക്കുന്നത് എന്നതിന് ഉദാഹരണമാണിത്. അസാമാന്യമായ വലിപ്പവും 1,00,000 വില്ലുകളുടെ ശക്തിയും 108 ഞാണുകളും ഉള്ള ഗാന്ധീവം അർജുനനെപ്പോലെ അതീവ ശക്തനായ ഒരു വില്ലാളിക്കല്ലാതെ മറ്റാർക്കും എടുത്ത് ഉയർത്തി വലിച്ചു കെട്ടുവാനോ കുലയ്ക്കുവാനോ സാധിക്കുമായിരുന്നില്ല. ഗാന്ധീവത്തിൽ നിന്ന് ഉയരുന്ന ഞാണൊലി തന്നെ യുദ്ധഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാനും ശത്രുക്കളെ ഭയപ്പെടുത്തുവാനും പോന്നതായിരുന്നു. എതിരാളികൾക്ക് നശിപ്പിക്കാനാവാത്ത ഈ വില്ല് അർജുനൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതും ആത്മവിശ്വാസം കൂട്ടുന്നതുമായിരുന്നു. അതുപോലും അയാൾക്കിപ്പോൾ ധൈര്യം നൽകുന്നില്ല. ത്വക് ചൈവ പരിദഹ്യതേ, എൻ്റെ ത്വക്ക് ജ്വലിക്കുന്നു, ശരീരം മുഴുവൻ പുകയുന്നതുപോലെ അനുഭവപ്പെടുന്നു. നജ ശക്നോമ്യവസ്ഥാതും, എനിക്ക് നിലയുറപ്പിക്കുവാൻ കഴിയുന്നില്ല. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെയും ആ യുദ്ധഭൂമിയിൽ നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അർജുനൻ. ഭ്രമതീവ ച മേ മനഃ, ഭ്രമതീവ ച മേ മനഃ, എൻ്റെ തല കറങ്ങുന്നതുപോലെ തോന്നുന്നു. ചിന്തകൾ കാട് കയറുന്നതുകൊണ്ട് എന്തു ചെയ്യണം എന്നറിയാതെ അർജുനൻ്റെ ബോധം മറയുകയാണ്. ബുദ്ധി മരവിച്ച് ചിന്താശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയെയാണ് മനസ്സ് ഭ്രമിക്കുന്നു എന്ന് പറയുന്നത്. അമിതമായ ഉത്കണ്ഠയും, അതായത് ആങ്സൈറ്റി, ഭയവും കാരണം അർജുനൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നതായി അനുഭവപ്പെടുന്നു. ഉള്ളിലെ മാനസിക സംഘർഷം പുറത്ത് ശാരീരിക അസ്വസ്ഥതയായി പ്രകടമാവുകയാണ് ഇവിടെ. ഇങ്ങനെ അതീവ വൈകാരികമായിട്ടുള്ള ഒരു ദൃശ്യം ഒരു സിനിമയിൽ ക്യാമറയും പശ്ചാത്തല സംഗീതവും ഒക്കെയായി ചെയ്യുന്ന ജോലി വ്യാസഭഗവാൻ ഈ വിവരണങ്ങളിലൂടെയാണ് ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്നത്. മുമ്പത്തെ ശ്ലോകങ്ങളിൽ, അതായത് 26 തൊട്ട് 28 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസാചാര്യർ രാഗം അഥവാ ആസക്തി എന്ന സംസാരത്തിൻ്റെ ആദ്യ ലക്ഷണത്തെയാണ് കാണിച്ചു തന്നത്. 31-ാമത്തെ ശ്ലോകം വരെ ശോകം എന്ന 2-ാമത്തെ ലക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ഇനി ഇതിന് പിന്നാലെ വരുന്ന മോഹം അല്ലെങ്കിൽ ആശയക്കുഴപ്പം, ഡെലൂഷൻ എന്ന 3-ാമത്തെ ലക്ഷണത്തെക്കുറിച്ചാണ് വരും ശ്ലോകങ്ങളിൽ വ്യാസാചാര്യർ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഇത് അർജുനൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അർജുനൻ ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ്. പൊതുവായ ഒരു പ്രശ്നമാണ് വ്യാസാചാര്യർ നമ്മൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. അർജുനൻ്റേത് ഒരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. ഓരോ വ്യക്തിക്കും ആസക്തി തോന്നുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ മാറിയേക്കാം. പക്ഷേ ആസക്തി എന്ന അടിസ്ഥാന പ്രശ്നം, ബേസിക് പ്രോബ്ലം എല്ലാവരിലും ഒന്നു തന്നെയാണ്. ആസക്തി അത്രമേൽ തീവ്രമായതുകൊണ്ട് ദുഃഖവും അതിതീവ്രമായിരുന്നു എന്നാണ് വ്യാസാചാര്യർ ഇവിടെ കാണിച്ചു തരുന്നത്. മനസ്സ് കഠിനമായി തപിക്കുമ്പോൾ ആ വേദന ശരീരത്തിലേക്കും പടരും. ചെറിയ പ്രശ്നമാണെങ്കിൽ നമുക്കത് മറച്ചു വയ്ക്കാൻ സാധിക്കും, പുറമേ കാണിക്കാതെ ശ്രമിക്കാം.
എന്നാൽ വികാരങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോൾ അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ അത് ശരീരത്തിൽ പ്രകടമാകാതെ ഇരിക്കുകയില്ല. അർജുനൻ്റെ ദുഃഖം അത്ര വലുതായതുകൊണ്ട് ആ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അർജുനൻ്റെ പ്രശ്നം അതീവ ഗുരുതരമാണ്. അത് ശാരീരിക തലത്തിൽ കാണപ്പെട്ടു തുടങ്ങി. അയാൾ പറയുന്നു, ഹേ കൃഷ്ണ, സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ സമനില തെറ്റുന്നു, തല കറങ്ങുന്നു. ഇവിടെ സ്വജനം എന്നത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഞാൻ അവരുടേതാണ്, അവർ എൻ്റേതുമാണ്. ഈ ചിന്തയാണ് ഇവിടെ സ്വജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അഹങ്കാരമെന്നും മമകാരമെന്നും പറയും. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയുന്നത് ഐനസ് ആൻഡ് മൈനസ് എന്നാണ്. ഞാനെന്നും എൻ്റേതെന്നും ഉള്ളത് ഐനസ് ആൻഡ് മൈനസ്. ഈ സ്വാർത്ഥമായ ചിന്തയാണ് സെൽഫ് സെൻറ്റേർഡ് തോട്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇത് നാം ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. നമുക്ക് ചിലരോട് അടുപ്പമുണ്ടാകുന്നതിൽ തെറ്റില്ല. നമ്മളെല്ലാവരും ലൗകിക മനുഷ്യരാണല്ലോ. എന്നാൽ ഈ എൻ്റേത് എന്ന തോന്നൽ ആസക്തിയായി മാറുകയും അത് നമ്മുടെ വിവേകത്തെ അല്ലെങ്കിൽ ആ ബുദ്ധിയെ, ഇൻ്റലക്റ്റിനെ മറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെയായി, അല്ലെങ്കിൽ ദുഃഖം കൊണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അർജുനൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അർജുനന് ധർമ്മവും അധർമ്മവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്പം മുമ്പ് വരെ അർജുനൻ അവരെ കണ്ടിരുന്നത് അധർമ്മികളായ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ദുർബുദ്ധികൾ ആയിട്ടായിരുന്നു. അപ്പോൾ അയാളുടെ വിവേകബുദ്ധി കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് വികാരങ്ങളുടെ തലത്തിലേക്ക് വീണു പോയിരിക്കുന്നു. ഇപ്പോൾ അവർ അയാൾക്ക് അധർമ്മികളല്ല, മറിച്ച് സ്വന്തം ആളുകളാണ്. മറ്റുള്ളവർ അധർമ്മം ചെയ്താൽ ശിക്ഷിക്കണം, എന്നാൽ നമ്മുടെ ആളുകൾ അധർമ്മം ചെയ്താൽ അത് കുഴപ്പമില്ല എന്ന തെറ്റായ ചിന്തയിലേക്ക്, ഒരു റോങ് ജഡ്ജ്മെൻറ്റിലേക്ക് അർജുനൻ എത്തിക്കഴിഞ്ഞു. ഈ മാറ്റമാണ് സ്വജനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശത്രു സൈന്യത്തെ കാണാൻ വന്ന അർജുനൻ അവരിലെല്ലാം കാണുന്നത് സ്വജനത്തെ, സ്വന്തം ആൾക്കാരെ മാത്രമാണ്. സ്വജനം എന്നതുകൊണ്ട് അർജുനനിലെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ തീവ്ര വികാരമാണ് അല്ലെങ്കിൽ മമതയെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു വലിയ പ്രപഞ്ച സത്യത്തെ അനാച്ഛാദനം ചെയ്യുകയാണ് വ്യാസഭഗവാൻ. സർവസംസാര കാരണം മമത അല്ലെങ്കിൽ രാഗമാണ്, അറ്റാച്ച്മെൻ്റാണ്. രാഗത്തിൽ നിന്നും ശോകമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു. ശോകത്തിൽ നിന്നും മോഹം, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് ഓരോ സംസാരിയുടെയും യാത്ര. ഇത് അർജുനൻ്റെ മാത്രം പ്രശ്നമല്ല, സകല മനുഷ്യരുടെയും പ്രശ്നമാണ്. ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. അതിനുള്ള പരിഹാരമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രോബ്ലത്തിനുള്ള യൂണിവേഴ്സൽ സൊല്യൂഷനാണ് ഭഗവാൻ ഗീതയിലൂടെ ഗീതാമൃതമായി നമുക്ക് നൽകുന്നത്. ശ്ലോകം 32. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ശ്ലോകം 32 മുതൽ വിഷാദത്തിനടിമയായ അർജുനൻ്റെ ചപലമായ പ്രലപനങ്ങളാണ്. യുദ്ധത്തിൽ ഞാൻ വിജയം കൊതിക്കുന്നില്ല. ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ഹിംസിച്ചിട്ട് നേടുന്ന രാജ്യം കൊണ്ട് എന്തു ഫലം? ആ സുഖങ്ങളും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയുള്ള ജീവിതം കൊണ്ട് തന്നെ എന്ത് കാര്യം? അർജുനൻ്റെ ചിന്തകൾക്ക് തന്നെ ഒരു വിരക്തി വന്നു കഴിഞ്ഞു. ആസക്തികൾ കൊഴിഞ്ഞുപോയി അനാസക്തിയിലേക്ക് കടക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയിലാണ് ഇപ്പോഴത്തെ അർജുനൻ്റെ ചിന്തകൾ. അർജുനൻ പറയുകയാണ്, ന കാംക്ഷേ വിജയം കൃഷ്ണ. കൃഷ്ണ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. കൗരവന്മാരെ തോൽപ്പിച്ച് യുദ്ധത്തിൽ വിജയിച്ച് രാജ്യം നേടണമെന്ന ആഗ്രഹം എനിക്കില്ല. കാരണം
ആ വിജയം സ്വന്തം ബന്ധുക്കളുടെ രക്തം ചിന്തിക്കൊണ്ടുള്ളതാണല്ലോ. നചരാജ്യം സുഖാനിജ, രാജ്യവും സുഖങ്ങളും എനിക്ക് വേണ്ട. ഹസ്തിനപുരിയുടെ ഭരണാധികാരമോ അതുവഴി ലഭിക്കുന്ന സുഖസൗകര്യങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരില്ലാത്ത സുഖം സുഖമല്ലെന്ന് അർജുനൻ ഇപ്പോൾ തോന്നുകയാണ്. കിംനോ രാജ്യേന ഗോവിന്ദ, ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്തു പ്രയോജനം? യുദ്ധം ജയിച്ച് രാജ്യം കിട്ടിയാലും അത് അനുഭവിക്കാൻ കൂടെ വേണ്ടത് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയല്ലേ? അവരെയെല്ലാം കൊന്നൊടുക്കിയിട്ട് കിട്ടുന്ന അധികാരം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? കിം ഭോഗൈർ ജീവിതേന വ, സുഖഭോഗങ്ങൾ കൊണ്ടോ ഈ ജീവിതം കൊണ്ട് തന്നെയോ എന്ത് ഫലം? സ്വന്തം ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും കൊന്നതിന് ശേഷം ലഭിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ മനസാക്ഷി ഇപ്പോൾ അനുവദിക്കുന്നില്ല. അങ്ങനെയൊരു ജീവിതം തന്നെ അർത്ഥശൂന്യമാണെന്ന് അർജുനൻ കരുതുന്നു. അർജുനൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ദയയെയോ കാരുണ്യത്തെയോ ഒന്നുമല്ല കാണിക്കുന്നത്. അതിൽ നിന്നൊന്നുമല്ല ഇത് അർജുനൻ പറയുന്നത്. മറിച്ച് മോഹത്തെയും ഭയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. താൻ സ്നേഹിക്കുന്നവർ മരിച്ചു പോകുമെന്ന പേടി കാരണം തൻ്റെ കടമയായ ധർമ്മം, ആ ധർമ്മയുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് അർജുനൻ ഇവിടെ ശ്രമിക്കുന്നത്. തുടർന്ന് 33-34 ശ്ലോകങ്ങളിൽ ഈ ആശയക്കുഴപ്പം തന്നെയാണ് തുടരുന്നത്. അടുത്ത ശ്ലോകം കാണാം. ശ്ലോകം 33. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാഃ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാഃ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. അർജുനൻ പറയുകയാണ്, രാജ്യം, ഭോഗം, സുഖം ഇവയെല്ലാം ഞങ്ങൾ ആർക്കുവേണ്ടി ആഗ്രഹിച്ചിരുന്നുവോ അവരെല്ലാം പ്രാണനും ധനവും എല്ലാം വെടിഞ്ഞ് യുദ്ധത്തിനായി അണിനിരന്നിരിക്കുന്നു. യേഷാമർത്ഥേ കാംക്ഷിതം നഃ, ആർക്കുവേണ്ടിയാണോ ഈ രാജ്യവും ഭോഗവും സുഖവും ഇതെല്ലാം ആഗ്രഹിച്ചത് അവരെല്ലാവരും പ്രാണനും ധനവും എല്ലാം വെടിഞ്ഞ് യുദ്ധത്തിനായി വന്നു നിൽക്കുകയാണ്. അതാണ് രാജ്യം ഭോഗാഹ സുഖാനിച, രാജ്യാധികാരവും അനുഭവങ്ങളും സുഖങ്ങളും എല്ലാം. തേ ഇമേ, അവരെല്ലാവരും, ആ ബന്ധുക്കൾ എല്ലാവരും. പ്രാണാം ത്യക്ത്വാ ധനാനിച, അവർ ജീവനും സ്വത്തും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ത്യാഗപൂർവം അവിടെ യുദ്ധക്കളത്തിൽ സന്നദ്ധരായി നിൽക്കുകയാണ്. അവസ്ഥിതാ യുദ്ധേ, യുദ്ധക്കളത്തിൽ സന്നദ്ധരായി നിൽക്കുന്നു. സാധാരണയായി മനുഷ്യർ രാജ്യാധികാരവും പണവും സുഖഭോഗങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നത് അത് തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം കുടുംബ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഒപ്പം പങ്കുവയ്ക്കുവാനായിട്ടാണ്. എന്നാൽ അർജുനൻ ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യം കാണുകയാണ്. പങ്കുവയ്ക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് അർജുനൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ആരോടൊപ്പമെല്ലാം ഇരുന്നാണോ തങ്ങളിതെല്ലാം വിജയവും സുഖവും എല്ലാം ആസ്വദിക്കേണ്ടത്? അവരെ തന്നെ കൊന്നൊടുക്കിയിട്ട് ലഭിക്കുന്ന ഈ രാജ്യത്തിന് എന്തർത്ഥമാണുള്ളതെന്ന് അർജുനൻ ചോദിക്കുന്നു. താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ തൻ്റെ നേരെ ആയുധമെടുത്തു നിൽക്കുന്നു. അവർ സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ അവരെ കൊന്നു നേടുന്ന സുഖം തനിക്ക് വേണ്ടെന്ന് അർജുനൻ വാദിക്കുകയാണ്. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് അർജുനൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. യുദ്ധം ജയിച്ചാലും തോറ്റാലും തനിക്ക് നഷ്ടമേ ഉണ്ടാവൂ എന്ന ചിന്ത അർജുനനെ തളർത്തുകയാണ്. ജയിച്ചാൽ പ്രിയപ്പെട്ടവരില്ലാത്ത ഒരു ലോകത്ത് ഒറ്റപ്പെടും, തോറ്റാൽ എല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് അർജുനനെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ശ്ലോകം 34 കാണാം. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ സ്യാലാഃ സംബന്ധിനസ്തഥാ. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ
സ്യാലാസംബന്ധിനസ്തഥാ. ഗുരുക്കന്മാർ, പിതാക്കൾ, പിതാമഹന്മാർ, പുത്രന്മാർ, അങ്ങനെ പലവിധമായ ബന്ധുക്കൾ എല്ലാവരെയും ഞാൻ കാണുന്നു. ഏതെങ്കിലും തരത്തിൽ എല്ലാവരും തന്നെ തനിക്ക് സ്വജനങ്ങൾ ആണെന്നാണ് അർജുനൻ പറയുന്നത്. ഇതൊരു മഹായുദ്ധമാണ്. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിൻ്റെ പോരാട്ടമാണ്. ധർമ്മ സംരക്ഷണമാണ് തൻ്റെ ലക്ഷ്യം. ഇതെല്ലാം അർജുനൻ മറന്നിരിക്കുന്നു. ആകപ്പാടെ കാണുന്നത് സ്വജനത്തെയും അവരെ കൊല്ലാൻ പറ്റുകയില്ലെന്നുള്ള ഒരേ ഒരു സങ്കടവുമാണ്. ശ്ലോകം 35. ഏതാൻ നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. ഏതാൻ നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. അല്ലയോ മധുസൂദന, ഇവർ എന്നെ കൊന്നാൽ പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 ലോകങ്ങളുടെയും ആധിപത്യം ലഭിക്കുമെങ്കിൽ പോലും എനിക്കതിന് കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഈ ഭൂമിയിലെ ഒരു ചെറിയ രാജ്യത്തിനു വേണ്ടിയാണോ ഞാൻ ഇവരെ കൊല്ലേണ്ടത്? അർജുനൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ് പോകുന്നത്. ഘ്നത അഭി, അവർ എന്നെ കൊന്നാൽ പോലും. അഭി ത്രൈലോക്യ രാജ്യസ്യ, 3 ലോകങ്ങളുടെയും ആധിപത്യത്തിനു വേണ്ടി. ഏതാൻ ന ഹന്തുമിച്ഛാമി, ഇവരെ, അതായത് ഈ ബന്ധുക്കളെയും സ്വജനത്തെയും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 ലോകങ്ങളുടെയും ആധിപത്യത്തിനു വേണ്ടിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ സ്വജനങ്ങളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഭൂമിയിലെ ഒരു രാജ്യത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി എന്തിന് യുദ്ധം ചെയ്യണം? യുദ്ധം ജയിച്ചാൽ രാജ്യം ലഭിക്കും. എന്നെ കൊല്ലാൻ നിൽക്കുന്നവരാണെങ്കിലും സ്വജനങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് 3 ലോകത്തിൻ്റെ ആധിപത്യം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അർജുനൻ്റെ ത്യാഗചിന്തയും സഹാനുഭൂതിയും നിസ്വാർത്ഥതയും അയാളിലെ ആ ദൈവീ സമ്പത്തും എല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. അർജുനൻ്റെ ഉള്ളിലെ ആ ധർമ്മബോധത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്നാണ് സംബോധന ചെയ്യുന്നത്. കൃഷ്ണൻ മധു എന്നു പേരുള്ള അസുരനെ നിഗ്രഹിച്ചതുകൊണ്ടാണ് മധുസൂദനനായത്. ഭഗവാൻ അസുരന്മാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ തൻ്റെ സ്ഥിതി അതല്ല. ബന്ധുജനങ്ങളും ആചാര്യന്മാരും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അവരെ കൊല്ലുന്നത് മഹാപാപമാണ്. തനിക്ക് ചെയ്യാനുള്ള ആ പാതകത്തെ അങ്ങനെയും ന്യായീകരിക്കാനാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഗീതയിൽ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള യോജിച്ച പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ ശ്ലോകത്തിലൂടെ അർജുനൻ തൻ്റെ മാനസികാവസ്ഥ കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബന്ധങ്ങളും ആ യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. വന്ദിക്കേണ്ട ഗുരുക്കന്മാരെയും സ്നേഹിക്കേണ്ട സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം കൊന്നിട്ട് നേടുന്ന വിജയം വെറും വെണ്ണീറാണെന്ന് അർജുനൻ വിശ്വസിക്കുകയാണ്. ഇവരെയെല്ലാം കൊന്നിട്ട് എനിക്കെന്ത് സുഖമാണ് ലഭിക്കുക എന്ന അർജുനൻ്റെ ഈ ചോദ്യം അവൻ്റെ അങ്ങേയറ്റത്തെ മാനസിക തകർച്ചയെയാണ് കാണിക്കുന്നത്. ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ അർജുനന് സാധിക്കുന്നില്ല. യുദ്ധത്തോടുള്ള അർജുനൻ്റെ വൈമുഖ്യവും മാനസികമായ സംഘർഷവും തെളിയിക്കുന്ന വരികളാണ് ഇനിയും കാണാൻ പോകുന്നത്. 36 മുതലുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.